ഹലോ ഗായ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ആൽഫ മെയിൽസിനെ പോലത്തെ ആൾക്കാർ ഈ സോഷ്യൽ ഹൈറാർക്കിയിൽ ഉയർന്നു നിൽക്കുന്നത്? സംഗതി ആൽഫ മെയിൽ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ മാത്രപ്പെട്ട ഒരു ഉയർന്ന വിഭാഗങ്ങളാണ്. മനുഷ്യന്മാർ മോഡേൺ കാലഘട്ടത്തിൽ ഹൈ വാല്യൂ ആയിരുന്ന ഒരു കൂട്ടരുണ്ട്. ഇതാണ് എപ്പോഴും സോഷ്യൽ ഹൈറാർക്കിയിൽ വളരെ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ തിരിച്ചറിയുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഉയർന്ന ഹൈറാർക്കിയിലുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ? അതായത് നല്ലൊരു ഷേപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു ഹൈ ഇൻകം സ്കില്ല് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ മാനേഴ്സ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഈ ഹൈ വാല്യൂ ഉള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിലോട്ട് ആവാൻ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒന്നാമത്തെ കാര്യം നല്ലൊരു ബോഡി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസമാണെങ്കിൽ നടക്കാനിറങ്ങാം, അല്ലെങ്കിൽ ഷട്ടിൽ അങ്ങനത്തെ കളി കളിക്കാം, പക്ഷെ നിങ്ങൾക്ക് ശരീരം ഇളകും. പക്ഷെ ഏറ്റവും ടോപ്പിലെത്തണ ഒരു മനുഷ്യൻ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഷേപ്പിലായിരിക്കുക എന്ന് പറഞ്ഞത് അത്രത്തോളം നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നല്ലൊരു ഡയറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു നല്ല ശരീരം ഉണ്ടാക്കാൻ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡയറ്റാണ്. അപ്പോൾ ഇപ്പോഴൊരു നല്ല ഡയറ്റ് നമ്മളെ ശരീരത്തിനെ മാത്രമല്ല, നമ്മളെ വർക്കിനെ പോലും അത് വളരെ അധികം ഉയർത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് മോർണിംഗ് റൂട്ടീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ എനർജറ്റിക്കോടെ നിഷ്പ്രയാസത്തോടെ മോർണിംഗ് റൂട്ടീൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ശരിയായ മോർണിംഗ് റൂട്ടീൻ്റെ ആദ്യ തുടക്കം എന്ന് പറയുന്നത് നൈറ്റ് റൂട്ടീനിലൂടെ. അതായത് നമ്മൾ ആ കെടുക്കണ സമയത്തുള്ള ചിട്ട, അല്ലെങ്കിൽ ഉറങ്ങി നീക്കണ സമയത്തുള്ള ആ ഒരു അവസ്ഥ നല്ലൊരു എനർജറ്റിക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നൈറ്റ് റൂട്ടീൻ നമ്മൾ പൂർത്തിയാക്കണം. നല്ലൊരു ഉറക്കമാണ് ഒരു നല്ല ശരീരത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് ഹൈ ഇൻകം സ്കില്ലായിട്ട് ഒരുപാട് തരം സ്കില്ലുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും. പക്ഷേ നമ്മളതിനെ ഹൈ ഇൻകമായി കാണാൻ തുടങ്ങുമ്പോഴാണ്, അതിനെ വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഹൈ വാല്യൂ ആയി മാറുന്നുള്ളത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. എപ്പോഴും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷന് ഏത് രംഗങ്ങളിലായാലും, ഒരു ബിസിനസ് രംഗങ്ങളിലായാലും നമ്മളെ ജീവിതത്തിലെ 80% വിജയങ്ങളും കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എത്ര വിജയം ഉള്ള മനുഷ്യന്മാരാണെങ്കിലും അവർ ഒക്കെ ഈ ഒരൊറ്റ സ്കില്ലിലൂടെയാണ് അവർ അത്ര ഉയരത്തിലെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. സ്വന്തമായിട്ടുണ്ടാക്കുന്ന സ്കില്ലുകൾ, സോഫ്റ്റ് സ്കില്ലുകൾ, പിന്നെ ബിസിനസ് സ്കില്ലുകൾ, ഇതൊക്കെ ഒരു ഹൈ ഇൻകത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങൾ കൂടിയാണ്. ഒരു സോഷ്യൽ മാനേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ഹൈ വാല്യൂ മനുഷ്യർക്ക് എപ്പോഴും നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് വളരെ മസ്റ്റായൊരു കാര്യമാണ്. ഇതുമാതിരി ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, അതുമാതിരി ഒരു അപ്രോച്ച് ചെയ്യാനുള്ള കഴിവും, അല്ലെങ്കിൽ അപ്രോച്ചബിൾ ആയൊരു നിൽക്കുക എന്ന് പറഞ്ഞതും, അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടേണ്ട ആളെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പരിചയപ്പെടാന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കഴിവാണ്. അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഭാവിയിൽ വിടുന്നുണ്ട്. ഈ കോൾഡ് അപ്രോച്ചിനെ പറ്റിയുള്ള വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി വിട്ടിക്കണേ. അപ്പോൾ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. പിന്നെ അപ്രോച്ചബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഒരാൾ കാണുമ്പോൾ നമ്മളവരോട് അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുക്കുക എന്ന് പറഞ്ഞത് ഒരു സോഷ്യൽ മാനേഴ്സിൻ്റെ വളരെ വലിയൊരു ഭാഗമാണ്.